ബേസിക് സാലറി ഒരിക്കലും തീരാത്തൊരു പ്രസ്ഥാനമായി മാറും. ലീവ് വേജസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നതും അയാൾ ഒരു ആക്സിഡന്റ് വിട്ട് മരിച്ചാൽ നിങ്ങൾ കോമ്പൻസേഷൻ കൊടുക്കും. അത് ഈ ഷോപ്പ് ആക്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോപ്പ് ആക്ട് ഒരു സ്റ്റേറ്റ് ആക്ടാണ്. അപ്പോൾ ഇതുപോലെ സിമിലർ ആയിട്ടുള്ള എക്സംഷൻസ് അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ മറ്റ് ആക്ടുകളിൽ ഉണ്ടാവും, മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാവും. അത് ആ സംസ്ഥാനങ്ങളിലെ ഷോപ്പ് ആക്ടുകൾ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ സെൻട്രൽ ആക്ടുകളിലും ചില വ്യത്യാസങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് വരുത്താം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇന്ത്യയുടെ നമ്മുടെ ഭരണഘടനയിൽ 7ാം ഷെഡ്യൂളിലാണ് ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ച് സെൻട്രൽ ഗവൺമെൻറ് നിയമം ഉണ്ടാക്കാം, ഏതെല്ലാം കാര്യങ്ങളെക്കുറിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ് നിയമം ഉണ്ടാക്കാം എന്ന് പറയുന്നത്. അങ്ങനെ 2 ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും. ഇത് കൂടാതെ 3ാമത്തെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതിനെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ ഈ കൺകറന്റ് ലിസ്റ്റിലുള്ള ഐറ്റത്തിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമം ഉണ്ടാക്കാം, സംസ്ഥാന ഗവൺമെൻറ്റിന് നിയമം ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മുടെ ലേബർ എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. ഇപ്പോൾ ഇൻകം ടാക്സ് അതിന് സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിദേശകാര്യം അത് സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ലേബർ എന്ന് പറയുന്ന കൺകറന്റ് ലിസ്റ്റിലായതുകൊണ്ട് അതിന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമം ഉണ്ടാക്കാം. പക്ഷേ അങ്ങനെ നിയമം ഉണ്ടാക്കിയാൽ ഇത് തമ്മിൽ ഒരു ക്ലാഷ് വരികയാണെങ്കിൽ കേന്ദ്ര നിയമം നിലനിൽക്കും. അപ്പോൾ അതുകൊണ്ട് സാധാരണഗതിയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേന്ദ്ര നിയമത്തിന് ഉപരിയായിട്ട് ഒരു ആനുകൂല്യം ഇവിടെ കൊടുക്കണമെങ്കിൽ കേരള നിയമസഭ അത് പാസ്സാക്കി കഴിഞ്ഞാൽ നേരെ ഗവർണർ ഒപ്പിടുകയല്ല. അത് കേന്ദ്ര നിയമം ഉണ്ട്, അവിടെയാണ് ഒരു അമെൻമെൻറ്റ് ഇവിടെ വരുത്തിയിരിക്കുന്നതെങ്കിൽ ഇത് പ്രസിഡന്റിൻ്റെ അസെൻറ്റിന് വേണ്ടിയായിരിക്കും. പ്രസിഡന്റിൻ്റെ അസെൻറ്റ് കിട്ടിക്കഴിഞ്ഞ് ഇത് ഗവർണർ ഒപ്പിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ ആ കേന്ദ്ര നിയമത്തിന് മുകളിൽ ഈ നിയമം ബാധകമാവും. Great Leap, encouraging employment values.